ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുഞ്ഞിച്ചാളി ഇരുമ്പമ്പുളി കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ വെക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് ഇട്ടത്. നമ്മൾ ആദ്യം ചട്ടി വെച്ച് കൊടുത്തു, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞാൽ മതി. അപ്പോഴേക്കും നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. ഇത് മൂന്നൊന്ന് വാടി വരണം കേട്ടോ. ഇനി വേപ്പിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇതുവരെ ഇളക്കിയൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമ്മളത് ഇളക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടി വന്നു. ഒരു വലിയ സബോളയാണ് ഞാൻ എടുത്തേക്കണേ. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സബോള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സബോള ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് വാടണ വരെ നമ്മൾ കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി സബോള അല്ലിയൊക്കെ തിരിഞ്ഞ് കറക്റ്റായിട്ട് വരണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സബോള വാടാനും ഗ്രേവിക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി സബോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അധികം ഭയങ്കര മൊരിയൊന്നും വേണ്ട, അത്യാവശ്യം വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ കളയുക. അല്ലാണ്ട് മൊരിഞ്ഞൊന്നും വരണ്ട, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി അതേപോലെ തന്നെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വളരെ കുറച്ച് മതി. 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. മീനിൽ നമ്മൾ കുരുമുളകൊക്കെ തേച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതും പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കുക. ഇരുമ്പമ്പുളി ഇങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാറിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പുളി ഇറങ്ങില്ല. ചാറ് വേറെ, ഇരുമ്പമ്പുളിയുടെ പുളി വേറെ ഇട്ട് കിടക്കും. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ പുളി ഇടേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ വാടി വരുമ്പോൾ കറിയിലേക്ക് കറക്റ്റ് പുളിയായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മിക്സായി വരണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചാറിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഇനി പുളി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. പുളിയപ്പോൾ അത്യാവശ്യം വെന്ത് വന്നു. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തു. ഇനി മീനിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. മീനിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പുളിയും ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് മീൻ വേവട്ടെ. മീൻ മൂടി വെച്ചു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ മീനും പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ട് കൊടുക്കാം. തേങ്ങ അധികം വേണ്ട. വലിയൊരു മുറി തേങ്ങയാണെങ്കിൽ, അരമുറി തേങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പാലല്ലല്ലോ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കണതുകൊണ്ട് ചൂട്ടിലിരുന്നിട്ട് ഇത് കട്ടായി പോകും. അപ്പോൾ നമുക്ക് ചാറൊട്ടും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തേങ്ങയുടെ അരപ്പ് വേവാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചു. നന്നായി തിളപ്പിച്ച് തേങ്ങയുടെ അരപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് കാച്ചണം. അപ്പോൾ ഞാൻ അടുത്ത് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ട് അപ്പോഴത്തേനും അതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് അത്യാവശ്യം നല്ലോണം ഉള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ ചെറുതായിട്ട് വാടി വന്നപ്പോൾ നല്ല മുരിഞ്ഞ് വരണം. ശേഷം നമ്മൾ അത്യാവശ്യത്തിന് കറിവേപ്പിലിട്ട് ഉപ്പതേ ഈ പരുവത്തിന് നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ച് കറി കാച്ചിട്ടാ. അപ്പോൾ ഇങ്ങനെയാണ് കറിയുടെ പരുവം. ഇപ്പോൾ ഇത്തിരി വെള്ളം പോലെയാണ് ഈ ചാറിരിക്കണത്. പക്ഷേ നമ്മൾ എടുക്കാനാകുമ്പോഴത്തേനും അത് കറക്റ്റ് പരുവത്തിന് എടുക്കും. നമ്മൾ കറക്റ്റ് പരുവത്തിന് എടുത്ത് വെച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കട്ടായി പോകും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ആ ചട്ടിയിൽ തന്നെ ഞാൻ മീൻ വറക്കാൻ വേണ്ടി വെച്ചു. ആദ്യം വേപ്പിലിട്ട് കൊടുത്തു. അതിൻ്റെ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മീനുകളെ ഓരോന്നിനായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. പിന്നെ മൊരിയണനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അത്ര തന്നെയുള്ള പരിപാടി. അപ്പോൾ ഇന്ന് ഇത്ര ഉണ്ടായുള്ളൂ കേട്ടോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ബായ്.